ഹായ്, നമസ്കാരം. നമ്മളിൽ പലരും ബാങ്ക് ബാലൻസ്, കാറ്, വീട്, ലോണ്, അതുപോലെ തന്നെ ജോലി, സൗന്ദര്യ സംരക്ഷണം, സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള താരതമ്യം, ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് തല പുകഞ്ഞുകൊണ്ടിരിക്കുക. ജീവിതത്തില് ഒട്ടും സമയം കളയാതെ എന്തൊക്കെയോ നേടാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ കുറച്ചു നേരമെങ്കിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഫ്രീ ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടായിരിക്കുകയില്ല. ആശങ്കകൾ ഇല്ലാതെ നമ്മളെ ജീവിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ജീവിത രീതിയാണ് സ്ലോ ലിവിങ്. സ്ലോ ലിവിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒച്ചെഴുന്ന പോലെയുള്ള ജീവിത രീതിയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ മടിപിടിച്ചിരിക്കുന്നതോ അല്ല. മനസ്സറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ്. അതായത് പ്രകൃതിയോട് ഇണങ്ങി ഭൗതികമായ ആ, ആഗ്രഹങ്ങളോട് മനസ്സിന് വിട്ടുകൊടുക്കാതെ ജീവിക്കുന്ന ഒരു ജീവിത രീതിയാണ് ഈ സ്ലോ ലിവിങ് എന്ന് പറയുന്നത്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നല്ല ബോധമുണ്ടെങ്കിലും ആ പുറത്ത് നടക്കുന്ന ബഹളങ്ങൾ ഒന്നും തന്നെ നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും നമ്മുടെ ജീവിതത്തെയും ബാധിക്കാതെ നോക്കുന്നതും ഈ ഒരു ജീവിത രീതിയുടെ പ്രത്യേകതയാണ്. അത് മാത്രമല്ല, അനാരോഗ്യകരമായ മത്സരബുദ്ധി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആരോഗ്യമുള്ള മനസ്സും ശരീരവും ഇതുവഴി നമുക്ക് നേടിയെടുക്കാനും പറ്റും. ഇതൊക്കെയാണ് സ്ലോ ലിവിങ്ങിന്റെ പ്രത്യേകതകളും ഗുണങ്ങളും. ഇനി ഇത് നേടിയെടുക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് ഒന്നാമത്തെ കാര്യം, സ്ലോ ലിവിങ്ങിന്റെ കീ ആസ്പെക്ട്സിൽ ഒന്നാമതായി വരുന്നത് മൈൻഡ്ഫുൾ കൺസപ്ഷൻ ആണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴും ആരോടെങ്കിലും സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ ഒരു ചെറിയ സാധനം വാങ്ങുമ്പോൾ പോലും അത് ഇപ്പോ വേണമോ എന്ന് കോൺഷ്യസ്ലി ആലോചിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഏതൊരു കാര്യത്തിലും കോൺഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്. ഇതിപ്പോൾ വേണമോ, ഇത് എനിക്ക് ഇപ്പൊ ആവശ്യമുള്ളതാണോ, ഇതിന്റെ പർപ്പസ് എന്താണ്, ഇങ്ങനെ ആലോചിച്ച് കോൺഷ്യസ്ലി ആ ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുക. അതുവഴി നമുക്ക് ടെൻഷൻസ് ഒഴിവാക്കാനായിട്ട് പറ്റും. അടുത്തൊരു കാര്യമാണ് ഇന്റൻഷണൽ ലിവിങ്. നമ്മുടെ ജീവിതത്തില് ഡെയിലി നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വരും. പക്ഷെ ഏതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് അത് അതിന്റെ മനസ്സിലാക്കിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ചില കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ഇന്ന് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമ്മുടെ മൈൻഡ് എപ്പോഴും അത് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അത് അങ്ങനെ ചെയ്യാതെ ഇന്ന് എന്താണോ ചെയ്യേണ്ടത് അത് മാത്രം അതിന്റെ പർപ്പസ് അനുസരിച്ച് ചെയ്യുക. അടുത്തതാണ് വെൽനസ് പ്രാക്ടീസ്. അതായത് നമ്മുടെ ഫിസിക്കൽ മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. സ്ലോ എക്സസൈസസ് ആയിട്ടുള്ള ലൈക്ക് യോഗ, മെഡിറ്റേഷൻ, അതുപോലെ തന്നെ നേച്ചർ വാക്ക്, ഡെയിലി ഈ കാര്യങ്ങൾക്കായിട്ട് കുറച്ച് സമയം മാറ്റിവെക്കുക. ഇത് നമ്മുടെ മൈൻഡിനെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മൈൻഡ് നല്ല കാം ആയിരുന്നാലാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് തിങ്ക് ചെയ്യാനും ചില നല്ല ഡിസിഷൻസ് എടുക്കാനും പറ്റുകയുള്ളൂ. അടുത്ത കാര്യമാണ് ഡീപ്പ് റിലേഷൻഷിപ്സ്. പല റിലേഷൻഷിപ്പും സുഹൃത്തുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും നമ്മൾ നോക്കിയാൽ കാണാം, ചില റിലേഷൻഷിപ്പ് നമ്മളെ യൂസ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ടൈം പാസിനായിരിക്കും, അല്ലെങ്കിൽ അതിലൊരു ജെന്യൂനിറ്റി ഉണ്ടായിരിക്കുകയില്ല. ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക. നമുക്ക് ഉണ്ടായിരിക്കേണ്ട റിലേഷൻഷിപ്പ് അത് ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റി അനുസരിച്ച് തിരഞ്ഞെടുക്കുക. നമ്മുടെ ഒരു മെന്റർ ആയിട്ടിരിക്കാൻ പറ്റുന്ന, നമുക്ക് ഏതു നേരവും അപ്രോച്ച് ചെയ്യാവുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ തെറ്റും ശരിയും എല്ലാം മനസ്സിലാക്കി നമ്മളോട് പെരുമാറാൻ കഴിയുന്ന റിലേഷൻഷിപ്പിനെ എപ്പോഴും നമ്മുടെ ചുറ്റും നിർത്തുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിനെ നമുക്ക് കാം ആൻഡ് ക്വയറ്റ് ആക്കാനും നല്ല പ്രോപ്പർ ആയിട്ട് നമുക്ക് തിങ്ക് ചെയ്യാനും ഈവൻ നമ്മുടെ ലൈഫിൽ ഒരു റഷ് ഇല്ലാതെ ജീവിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും മൈൻഡ്ഫുൾനെസ് ആയിട്ട് ചെയ്യുക, ഇന്റൻഷനലി നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക, നമ്മുടെ ഫിസിക്കൽ മെന്റൽ വെൽനസിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെയാണ് നല്ല റിലേഷൻഷിപ്സ് എപ്പോഴും കീപ്പ് ചെയ്യുക. താങ്ക് യു.